നമ്മുടെ വീടിന് ചുറ്റും മതിൽ കെട്ടി നമ്മൾ സുരക്ഷ ഒരുക്കാറുണ്ടല്ലേ. അതുപോലെ നമ്മുടെ രാജ്യത്തിന് വലിയൊരു അതിർത്തിയുണ്ട്, അതാണ് സമുദ്രം. കരയിലൂടെ വരുന്ന ശത്രുക്കളെ നമുക്ക് കാണാം, പക്ഷേ കടലിനടിയിലൂടെ ആരും കാണാതെ പതുങ്ങി വരുന്ന കപ്പലുകളെ എങ്ങനെ പിടിക്കും? അതാണ് അന്തർവാഹിനികൾ അഥവാ സബ്മറീനുകൾ. വെള്ളത്തിനടിയിലൂടെ ആരും അറിയാതെ വന്ന് ആക്രമണം നടത്താൻ കെൽപ്പുള്ളവരാണവർ. ഇത്തരത്തിൽ കടലിനടിയിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളെ മടത്തു പിടിച്ച് വേട്ടയാടാൻ ഭാരതത്തിന്റെ കാവൽക്കാരനായി പുതിയൊരു യുദ്ധക്കപ്പൽ എത്തിയിരിക്കുകയാണ്, INS അഞ്ജദീപ്. ഇതിനെ നാവികസേന സ്നേഹത്തോടെ വിളിക്കുന്നത് ഡോൾഫിൻ ഹണ്ടർ എന്നാണ്. അതായത് കടലിനടിയിലെ വേട്ടക്കാരൻ. പലർക്കും തോന്നാം, നമ്മുടെ കയ്യിൽ വലിയ വിമാനവാഹിനി കപ്പലുകളും വലിയ യുദ്ധ കപ്പലുകളും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര ചെറിയൊരു കപ്പൽ എന്ന്. അവിടെയാണ് ഇതിന്റെ പ്രത്യേകത. കടലിന് ആഴം കുറഞ്ഞ തീരപ്രദേശങ്ങളിൽ വലിയ കപ്പലുകൾക്ക് വേഗത്തിൽ വരാനോ തിരിയാനോ കഴിയില്ല. വമ്പൻ ലോറികൾക്ക് ചെറിയ വഴികളിൽ കയറാൻ പറ്റാത്തതുപോലെയാണത്. എന്നാൽ ശത്രുക്കൾ പലപ്പോഴും നമ്മുടെ തീരത്തിനടുത്ത് വന്ന് ഒളിച്ചിരിക്കാൻ ശ്രമിക്കും. അത്തരം ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ ചെന്ന് ശത്രുവിനെ പൊക്കാൻ വേണ്ടിയാണ് അഞ്ജദീപ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 77 മീറ്റർ നീളമുള്ള ഈ കപ്പൽ വെള്ളത്തിന് മുകളിലൂടെ അതിവേഗത്തിൽ പായും. ഇതിന് സാധാരണ കപ്പലുകളെ പോലെ വലിയ ഫാനുകളല്ല ഉള്ളത്. പകരം വെള്ളം അതിശക്തമായി പമ്പ് ചെയ്ത് പിന്നിലേക്ക് വിടുന്ന വാട്ടർ ജെറ്റ് സംവിധാനമാണ്. ഇത് കപ്പലിന് ഒരു ബൈക്കിന്റെ വേഗതയും വഴക്കവും നൽകുന്നു. ഇനി ഇതിന്റെ പ്രവർത്തന രീതി നോക്കാം. ഇതിൽ അഭയ് എന്ന പേരുള്ള ഒരു പ്രത്യേകതരം സെൻസർ ഉണ്ട്. ഇതിനെ കപ്പലിന്റെ ചെവി എന്ന് വിളിക്കാം. ഇത് കടലിനടിയിലേക്ക് ശബ്ദ തരംഗങ്ങൾ അയക്കും. വെള്ളത്തിനടിയിൽ ഏതെങ്കിലും ശത്രു കപ്പലോ അന്തർവാഹിനിയോ ഉണ്ടെങ്കിൽ ഈ ശബ്ദം അതിൽ തട്ടി തിരികെ വരും. ഉടൻ തന്നെ കപ്പലിലെ കമ്പ്യൂട്ടറുകൾ അതെവിടെയാണെന്നും എത്ര ദൂരത്തിലാണെന്നും കൃത്യമായി പറഞ്ഞു തരും. ശത്രുവിനെ കണ്ടെത്തിയാൽ പിന്നെ രക്ഷയില്ല. കപ്പലിലുള്ള ചെറിയ റോക്കറ്റുകളും ടോർപീഡോകളും ഉപയോഗിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ആ അന്തർവാഹിനിയെ തകർക്കാൻ അഞ്ജദീപിന് കഴിയും. ഇതുകൂടാതെ കടൽ കൊള്ളക്കാരെ പിടിക്കാനും കടലിൽ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനും ഈ കപ്പൽ മുൻപന്തിയിലുണ്ടാകും. ഈ കപ്പലിന്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്നാണ്. കൊൽക്കത്തയിലെ ഫാക്ടറിയിലാണ് ഇത് തയ്യാറാക്കിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടികൾ കൊടുത്ത കപ്പലുകൾ വാങ്ങുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ എഞ്ചിനീയർമാരും തൊഴിലാളികളും ചേർന്നാണ് ഇതുണ്ടാക്കിയത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സാങ്കേതിക വളർച്ചയുടെ അടയാളമാണ്. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ വെച്ചാണ് ഇത് നാവികസേനയുടെ ഭാഗമായത്. കർണാടകയിലെ ഒരു ചെറിയ ദ്വീപിന്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഒക്കെ തീരങ്ങളിൽ ഇനി ഈ കപ്പൽ കാവലുണ്ടാകും. ഈ കപ്പലിന് അഞ്ജദീപ് എന്ന പേരിന് വന്നതിന് പിന്നിൽ രസകരമായ ഒരു ചരിത്രമുണ്ട്. കർണാടകയിലെ കാർവാർ തീരത്തിനടുത്തുള്ള ഒരു ചെറിയ ദ്വീപാണിത്. 1961 ഗോവയെയും മറ്റു പ്രദേശങ്ങളെയും പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷൻ വിജയ് എന്ന ദൗത്യത്തിൽ ഈ ദ്വീപിന് വലിയ പങ്കുണ്ട്. നമ്മുടെ നാവികസേനയുടെ ചരിത്രവും വീര്യവും ഓർമ്മിപ്പിക്കാനാണ് പുതിയ കപ്പലിന് ഈ പേര് നൽകിയത്. വെറും ഒരു പേരല്ല, അത് നമ്മുടെ പോരാട്ട വീര്യത്തിന്റെ അടയാളം കൂടിയാണ്. എന്തിനാണ് ഇന്ത്യ ഇപ്പോൾ ഇത്തരം കപ്പലുകൾക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ലളിതമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അയൽരാജ്യമായ ചൈനയുടെ അന്തർവാഹിനികളുടെ സാന്നിധ്യം അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയാണ്. ആഴം കുറഞ്ഞ കടലിടുക്കിലൂടെ നമ്മുടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അത്തരം ഒളിപ്പോരുകളെ നേരിടാൻ INS അഞ്ജദീപിനെ പോലെയുള്ള ഷാലോ വാട്ടർ ക്രാഫ്റ്റുകൾ അനിവാര്യമാണ്. ശത്രുവിന്റെ ഒരു നീക്കം പോലും പാഴാക്കാത്ത വിധം നമ്മുടെ കടൽ തീരങ്ങളെ ഒരു ഇരുമ്പ് കോട്ടയാക്കി മാറ്റുകയാണ് ഇതിലൂടെ നാവികസേന ചെയ്യുന്നത്. വെറും ആയുധങ്ങൾ മാത്രമല്ല ഈ കപ്പലിലുള്ളത്. കടലിൽ മാസങ്ങളോളം തുടർച്ചയായി ജോലി ചെയ്യാൻ നാവികർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇതിലുണ്ട്. അത്യാധുനികമായ ആശയവിനിമയ സംവിധാനങ്ങൾ വഴി കരയിലുള്ള കമാൻഡ് സെൻസറുകളുമായി ഈ കപ്പൽ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. കൂടാതെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഒഴിഞ്ഞു മാറാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ ചില വശങ്ങളും ഈ കപ്പലിന്റെ രൂപകൽപ്പനയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ശത്രു നമ്മളെ കാണുന്നതിന് മുമ്പ് നമ്മൾ ശത്രുവിനെ കണ്ടുപിടിക്കും. അഞ്ജദീപ് ഒറ്റയ്ക്കല്ല വരുന്നത്. ഇത്തരത്തിലുള്ള 8 കപ്പലുകളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്. ഇതിനകം INS ഐർല, INS മാഹി തുടങ്ങിയ കപ്പലുകൾ ഈ ശ്രേണിയിൽ എത്തിക്കഴിഞ്ഞു. ഈ 8 കപ്പലുകളും കടലിൽ നിരന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തീരപ്രദേശം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സമുദ്ര അതിർത്തികളിൽ ഒന്നായി മാറും. ഇത് നമ്മുടെ നാവികസേനയുടെ മാത്രം വിജയമല്ല, ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സുരക്ഷ ഉറപ്പാക്കുന്ന വലിയൊരു നേട്ടം തന്നെയാണ്. നമ്മൾ എന്തിനാണ് ഈ കപ്പലിനെ ഇത്ര പ്രാധാന്യത്തോടെ കാണുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അന്തർവാഹിനികളുടെ അപകട സാധ്യത അറിയണം. ഒരു വിമാനത്തെയോ സാധാരണ കപ്പലിനെയോ റഡാർ ഉപയോഗിച്ച് ദൂരത്ത് നിന്നേ കണ്ടെത്താം. എന്നാൽ വെള്ളത്തിനടിയിലുള്ള അന്തർവാഹിനികൾക്ക്
റഡാർ തരംഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. അവ ശബ്ദമില്ലാതെ വെളിച്ചമില്ലാതെ ആഴ്ചകളോളം കടലിനടിയിൽ ഒളിച്ചിരിക്കും. ഇത്തരത്തിൽ പതുങ്ങിയിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്തുക എന്നത് വൈക്കോൽ കൂനയിൽ നിന്ന് സൂചിയെടുക്കുന്നത് പോലെ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് INS അഞ്ചദ്വീപിലെ സോണാർ സാങ്കേതിക വിദ്യ ഇത്ര വലിയ വിപ്ലവമാകുന്നത്. ഈ കപ്പൽ നിർമ്മാണത്തിൽ മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. കൊൽക്കത്തയിലെ GRSC എന്ന വലിയ കമ്പനി മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇന്ത്യയിലെമ്പാടുമുള്ള നൂറുകണക്കിന് ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. കപ്പലിലെ സ്റ്റീൽ മുതൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വരെ നിർമ്മിച്ചത് നമ്മുടെ നാട്ടിലെ ചെറുകിട സംരംഭകരാണ്. അതായത് അഞ്ചദ്വീപ് എന്ന യുദ്ധക്കപ്പൽ കടലിൽ ഇറങ്ങുമ്പോൾ അത് ആയിരക്കണക്കിന് ഇന്ത്യൻ തൊഴിലാളികളുടെ പ്രയത്നത്തിന്റെ ഫലം കൂടിയാണ്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയൊരു ഉത്തേജമാണ് നൽകുന്നത്. കടൽ എപ്പോഴും ശാന്തമായിരിക്കില്ല. മൺസൂൺ കാലത്തോ ചുഴലിക്കാറ്റുള്ളപ്പോഴോ കടലിൽ അതിശക്തമായി പ്രക്ഷുബ്ധമാകാറുണ്ട്. അത്തരം സാഹചര്യങ്ങളിലും പതറാതെ നീങ്ങാൻ അഞ്ചദ്വീപിന് പ്രത്യേക ശേഷിയുണ്ട്. കപ്പലിന്റെ പുറംഭാഗം നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും കടുപ്പമേറിയ സ്റ്റീൽ ഉപയോഗിച്ചാണ്. ഇത് തിരമാലകളെ വകഞ്ഞു മാറ്റി അതിവേഗത്തിൽ മുന്നേറാൻ കപ്പലിനെ സഹായിക്കും. കടലിലെ ഏത് പ്രതികൂല സാഹചര്യത്തിലും ശത്രുവിനെ തുരത്താൻ ഈ കപ്പൽ സജ്ജമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ന് ചൈനയുടെയും പാകിസ്ഥാന്റെയും സാന്നിധ്യം മുമ്പത്തേക്കാൾ അധികമാണ്. പ്രത്യേകിച്ച് ചൈന തങ്ങളുടെ അത്യാധുനിക അന്തർവാഹിനികൾ ഉപയോഗിച്ച് ഇന്ത്യൻ അതിർത്തികളിൽ നിരീക്ഷണം നടത്താൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ പക്കലുള്ള അന്തർവാഹിനികളും നമ്മളുടെ തീരപ്രദേശങ്ങൾക്ക് വലിയൊരു ഭീഷണിയാണ്. എന്നാൽ ഇനി അവർ ഒന്നുകൂടി ഭയക്കും. കാരണം കടലിനടിയിലെ ഈ ഒളിപ്പോരുകളെ കണ്ടെത്താൻ INS അഞ്ചദ്വീപ് എന്ന വേട്ടക്കാരൻ സജ്ജമായി കഴിഞ്ഞു. ശത്രു രാജ്യങ്ങൾ എത്ര പതുങ്ങി വന്നാലും അഞ്ചദ്വീപിലെ അഭയ സോണാർ സംവിധാനം അവരെ മണത്തു പിടിക്കും. ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ പിന്നെ രക്ഷപ്പെടുക അസാധ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ നമ്മൾ നിർമ്മിച്ച ഈ കപ്പൽ ഇന്ത്യയുടെ സമുദ്ര അതിർത്തികളിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു ശക്തമായ താക്കീതാണ്. ചൈനയുടെ വിപുലീകരണ മോഹങ്ങൾക്കും പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾക്കും കടലിലൂടെ മറുപടി നൽകാൻ ഇന്ത്യക്ക് ഇനി വിദേശ സഹായം ആവശ്യമില്ല. നമ്മുടെ സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരെ നേരിടാൻ നമ്മൾ പ്രാപ്തരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് INS അഞ്ചദ്വീപ്. നമ്മൾ ഇന്ന് INS അഞ്ചദ്വീപിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെ കുറിച്ച് പറയാതെ വയ്യ. വർഷങ്ങളോളം നമ്മൾ വലിയ യുദ്ധക്കപ്പലുകൾക്കും ആയുധങ്ങൾക്കുമായി വിദേശ രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്ന ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ എന്നീ പദ്ധതികൾ ഈ പതിവ് ശൈലിയെ പാടെ മാറ്റിമറിച്ചു. നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള ആയുധങ്ങളും കപ്പലുകളും നമ്മുടെ മണ്ണിൽ തന്നെ നമ്മുടെ ആളുകൾ തന്നെ നിർമ്മിക്കണമെന്ന ദൃഢനിശ്ചയത്തിന്റെ ഫലമാണ് ഈ കപ്പൽ. INS അഞ്ചദ്വീപിന്റെ ഏകദേശം 80% ഭാഗങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമന്ത്രി വിഭാവനം ചെയ്യുന്ന സമുദ്ര സുരക്ഷാ തന്ത്രം നടപ്പിലാക്കുന്നതിൽ INS അഞ്ചദ്വീപ് വലിയൊരു പങ്കുവഹിക്കുകയാണ്. ഇന്ത്യയെ വെറുമൊരു രാജ്യം എന്നതിലുപരി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ അഥവാ പ്രധാന കാവൽക്കാരനായി മാറ്റുകയാണ് മേക്ക് ഇൻ ഇന്ത്യയിലൂടെ ലക്ഷ്യമിടുന്നത്. ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് വിളിച്ചോതുന്ന ഒരു ഉദാഹരണമായി അഞ്ചദ്വീപ് ഇന്ന് തലയുയർത്തി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ചുരുക്കി പറഞ്ഞാൽ INS അഞ്ചദ്വീപ് വെറും ഒരു യുദ്ധക്കപ്പലല്ല, അത് ഇന്ത്യയുടെ ആത്മവിശ്വാസമാണ്. ആഴക്കടലിലെ നിശബ്ദരായ ശത്രുക്കളെ തേടിപ്പിടിക്കാൻ ഭാരതം സജ്ജമാണെന്നതിന്റെ വിളംബരമാണത്. നമ്മുടെ അയൽരാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും തങ്ങളുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ ഒരു പടി മുന്നിൽ ചിന്തിക്കാൻ ഇന്ന് ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ വിദേശ രാജ്യങ്ങളുടെ സഹായമില്ലാതെ തന്നെ ലോക നിലവാരമുള്ള യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. കടലിനടിയിൽ പതുങ്ങിയിരിക്കുന്ന ശത്രു അന്തർവാഹിനികൾക്ക് ഇനി നമ്മുടെ തീരത്തേക്ക് അത്ര എളുപ്പത്തിൽ അടുക്കാൻ കഴിയില്ല. അവിടെ ഒരു കാവൽക്കാരനായി, ഒരു വേട്ടക്കാരനായി അഞ്ചദ്വീപ് ഉണ്ടാകും. നമ്മുടെ സമുദ്ര അതിർത്തികൾ മുമ്പത്തേക്കാൾ സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ചു പറയാം. ഇന്ത്യയുടെ ഈ പുതിയ കരുത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.